ഇപ്പൊ PK എന്ന് പറയുന്ന ഫിലിമിൽ അമീർ ഖാൻ ന്യൂഡായിട്ട് എല്ലാം അഴിച്ചു കളഞ്ഞിട്ടാണ്. നാളെ എനിക്കൊരു ഫിലിമിൽ അത് കിട്ടുകയാണെങ്കിൽ ഞാൻ ന്യൂഡായിട്ട് തന്നെ തെരുവിൽ ചെയ്തിരിക്കും. സിനിമയ്ക്കകത്ത് നീ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞ സാധനം എടുത്ത് പുറത്തോട്ട് കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സിനിമകൾ ഇറങ്ങും. ഇതൊരു സാധനം ഒരു സീൻ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ, ഇത് മറ്റേവരെ ബാധിക്കും, ഇവരെ ബാധിക്കുമോ, മറ്റേ ഫെമിനിസ്റ്റുകൾ കൂടി പൊക്കി പിടിച്ചോണ്ട് വരുമോ? ചെറുപ്പത്തിലാണെങ്കിൽ ഈ ബോഡി ഷേമിംഗ് ഒക്കെ നേരിട്ടിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് അതൊരു ട്രോമ ആയിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫെയർ ആൻഡ് ലവ്ലിയുടെ പരസ്യമേ ഉണ്ടാകാൻ പാടില്ല. അത് തെറ്റല്ലേ? ഫെയർ ആൻഡ് ലവ്ലിയുടെ പരസ്യം ഹിന്ദു ആയിട്ടുള്ളൊരു യുവതി ബുർഖയിട്ട് നിസ്കരിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി. ഇതുകൊണ്ട് ഏത് ഹിന്ദു ദൈവത്തിന്റെ പ്രശ്നം ഉണ്ടാണ്? ആ സോങ്ങിന്റെ പേര് ഞാൻ പറയട്ടെ, മയിലെന്നായിരുന്നേ. അതാ അതിന് അവാർഡുകളാണ്. പെരിച്ചാഴിന്നിട്ടില്ലേ, കൂതറാന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ പേപ്പട്ടിയിടാം. ഏതോ ഒരാൾ പറഞ്ഞ് ഇതിനകത്ത് സെക്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കുത്തിയിരുന്ന് നോക്കുകയാണ്, എന്ത് സെക്സാണ് ഇതിനകത്ത് കാണുന്ന ഒരു സാധനം. മനസ്സിലായോ? ഇങ്ങനെ ഒരു ഫ്രഞ്ച് കിസ് കൊടുക്കും, ഇത് തന്നെയാണ് അതിനകത്തൊരു ഒരു സെക്സ്. നമ്മുടെ ദുൽഖറിന്റെ കുറിപ്പ് ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞു അതെന്താണ്, അയാളെ ഗ്ലോറിഫൈ ചെയ്ത് കാണിച്ചു. പിന്നെ അയാളുടെ കഥ പറയുമ്പോഴേക്കും നമുക്ക് മദർ തെരേസനെ കാണിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഒറ്റ വാക്കിലൂടെ പറഞ്ഞാൽ കണ്ടത് നിജം, കാണാത്തത് പോയി. സമൂഹത്തിലുള്ള കാര്യമാണ് സിനിമയിൽ കാണിക്കുന്നത്. സിനിമയെന്ന ഒരു കാര്യം കണ്ടിട്ട് പുതുതായിട്ട് ഉണ്ടായ ഒരു കാര്യം ഈ ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് പേപ്പട്ടി എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. നമസ്കാരം. അപ്പോൾ എന്താണ് പേപ്പട്ടിയുടെ വിശേഷങ്ങൾ? എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂ ഫേസ് അല്ലെങ്കിൽ യൂത്തായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ മലയാള സിനിമയിൽ ഞാൻ കഴിഞ്ഞ കുറേ നാളുകൾക്കകത്ത് ഇപ്പോഴാണ് പേപ്പട്ടിയിലൂടെയാണ് കണ്ടത്. എങ്ങനെയുണ്ടായിരുന്നു തിയേറ്ററിലുള്ള ഒരു റെസ്പോൺസ്? ഞാൻ റിലീസ് ദിവസം മുതൽ നമുക്ക് സിനിമ ഒരുപാട് ആൾക്കാരിലേക്ക് റീച്ച് ആയില്ല എന്ന് തോന്നി, തിയേറ്റർ റെസ്പോൺസിന്. അങ്ങനെ ഒരു പക്ഷേ കണ്ടിറങ്ങിയ എല്ലാവരും, ഞാൻ തിരുവനന്തപുരത്താണ് കൂടുതലും ഞാൻ സിനിമയുടെ ഷോസ് കണ്ടത്, ആൾക്കാരുടെ റെസ്പോൺസ് കിട്ടിയതൊക്കെ. അപ്പോൾ അവിടെ വളരെ മികച്ച രീതിയിലാണ്. എന്ന് വെച്ചാൽ ആൾക്കാർ കണ്ട ഒരാൾ പോലും സിനിമയ്ക്ക് പ്രത്യേകിച്ച് നമ്മളൊരു സിനിമ കാണുമ്പോൾ അതിനെ എത്രത്തോളം നമ്മൾ പ്രേക്ഷകനെ എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു ഫാക്ടറാണല്ലോ. അപ്പം നമ്മുടെ സിനിമ പേപ്പട്ടി എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്ക് ആൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരാളും അതിലൊരു ലാഗ് അടിച്ചിട്ട് അല്ലെങ്കിൽ ബോറായിട്ട് സിനിമ കൊണ്ട് ഇറങ്ങിയിട്ടില്ല. ഈവൻ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ആയിരുന്നാലും സെക്കൻഡ് ഹാഫ് ആയിരുന്നാലും ശരി, ഈവൻ ഫസ്റ്റ് ഹാഫിന് നല്ലവണ്ണം ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിന് കുറച്ചത് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷേ എനിവേ പഠനം ഒരു തരത്തിലും ലാഗ് ഫീൽ ചെയ്യാതെ പൂർണ്ണമായിട്ട് സിനിമ ഇഷ്ടപ്പെട്ട് തന്നെ. ഞാൻ ജസ്റ്റ് ചുമ്മാ ഇടപെടുന്നുള്ളൂ. പല ഫിലിമിലും ലാഗ് അടിച്ച് നമുക്ക് ബോറടിച്ചിറങ്ങി പോകാറുണ്ട്. പക്ഷെ ഞാൻ നോക്കി ഇതിൽ എവിടെയെങ്കിലും ലാഗ് കിട്ടുമോ, ലാഗ് അടി തീർന്നിട്ട് വേണ്ട ലാഗ് എന്ന് പറയുന്ന ഫുൾ അടിപ്പടമല്ല. ആവശ്യം വേണ്ട സ്ഥലത്ത് മാത്രമേ അടിയുള്ളൂ. പക്ഷെ അതിന്റെ ഇഫക്റ്റ്, അതിന്റെ മേക്കിംഗ് എന്ന് പറയുന്ന സാധനം സലിം ബാബ ഗംഭീരമായിട്ട്, അതുകൊണ്ട് അതിന് ഒരു ലാഗും അടിച്ചിട്ടില്ല. പേപ്പട്ടി എന്നുള്ള നെയിം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട്, ലൈക്ക് അതെന്താ അങ്ങനെ ഒരു നെയിം വരാനുള്ള റീസൺ? ഞങ്ങൾ ഇപ്പൊ ആദ്യമേ എന്തെങ്കിലും ഞാൻ അങ്ങോട്ട് ചോദിച്ച് മേടിച്ച വേഷമാണ്. ഞാൻ സലീമിക്കാനെ ഡിസൈൻ ആദൃശ്യമായിട്ട് വഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പടങ്ങൾ. അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പുതിയ വർക്ക് എന്നെ വിളിക്കത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പുതിയ വട്ടം തുടങ്ങാൻ പോകണേ. അപ്പോൾ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഉണ്ട് ഉറപ്പായിട്ടും ഉണ്ട്, അങ്ങോട്ട് വിളിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാക്കി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പടം ഇന്ന ദിവസം ഓണാകുവാണ്, ടൈറ്റിൽ പേപ്പട്ടി എന്നാന്ന് പറഞ്ഞു. അപ്പം ആദ്യം കേട്ടപ്പോൾ നമുക്കൊരു പേപ്പട്ടി, അതെന്താ അങ്ങനെ ടൈറ്റിൽ? പിന്നെ ഞങ്ങളിപ്പോൾ അതിൻ്റെ കാര്യം രാവിലെ പറയുമായിരുന്നു. അപ്പോൾ പല ആൾക്കാരും ആദ്യമേ പേപ്പട്ടി എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പടത്തിന് ടൈറ്റിൽ ഇടുന്നു, പെരിച്ചാഴിന്നിട്ടില്ലേ, കൂതറാന്നിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ പേപ്പട്ടി ഇടാം. അതിൻ്റെ അകത്ത് ഇവന് കിട്ടുന്ന ഒരു വിളിപ്പേരാ നാട്ടിലെ പേപ്പട്ടി എന്നുള്ള, അങ്ങനെ വിളിക്കണം. അതായത് അത്രയും നമ്മൾ സമൂഹത്തിൽ മാറ്റി നിർത്തുന്ന ഒരു പേപ്പട്ടീനെ പോലെ അങ്ങനെ കണ്ടേക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നീട് അയാളുടെ ലൈഫിലുണ്ടാണ് ഈവൻസും കാര്യങ്ങളും ബേസ് ചെയ്തിട്ട് പോകുന്നത്. ഏറ്റവും ഗംഭീര രീതിയിലാണ് ഇത് ചെയ്തു വന്നത്. പക്ഷെ അതിൻ്റെ ഓവർ കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നു ഡയറക്ടർക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പേരും ഈ പടവും കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കൊള്ളുന്നു. പക്ഷെ എവിടെയോ ഒരു ചെറിയ പ്രൊമോഷന്, നമുക്കിന്ന് പ്രൊമോഷൻ്റെ കാലമാണല്ലോ, പ്രൊമോഷൻ ഇടുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും രണ്ട് തലയിരിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ യഥാർത്ഥ പേപ്പട്ടികൾ അവിടെ കയറി ഇരുന്നിട്ട് നെഗറ്റീവും കൂടെ അടിക്കും. നമുക്ക് അതിലേക്ക് വരാം. ഇപ്പം ഞാനിപ്പോൾ വേറെ പടത്തിൻ്റെ ഷൂട്ട് നടക്കുക. ഇപ്പം ഞാൻ അവിടെ ലൊക്കേഷൻ നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ പടം റിലീസായിട്ടില്ല, റിലീസിൻ്റെ തലേന്നാണ്. അപ്പോൾ ഒരാൾ കാണാൻ വേണ്ടി ലൊക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്കിൻ്റെ സമയമായപ്പോഴത്തേക്കും വന്നിങ്ങനെ സംസാരിച്ചു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ്റെ പുതിയ പടം മരപ്പട്ടിയുടെ ട്രെയിലറൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ ആദ്യം ഓർത്ത് എന്നെ കളിയാക്കിയതെന്ന് ഓർത്ത്. ഞാൻ ചോദിച്ചു ഏത് പടം? മരപ്പട്ടി. നല്ല ഇതായിരുന്നു, ചേട്ടൻ്റെ ട്രെയിലറൊക്കെ കൊള്ളാം,
നല്ല ഇതായിട്ടാണ് ചെയ്തേക്കണേ. എൻ്റെ പേര് പേപ്പട്ടി എന്നാണ്. എന്തോ ഒരു പട്ടി, ഞാൻ പട്ടി രജിസ്റ്റർ ആവും. അതൊരു വലിയ ഭാഗ്യമാണെന്ന് അറിയാമോ? പേപ്പട്ടി എന്ന പടത്തിന്റെ പേരിട്ടതുകൊണ്ട് ഇപ്പം നമ്മൾ നായകനായിട്ട് അഭിനയിച്ചുകൊണ്ട് പടത്തിന്റെ പേര് കഴിയുമ്പോൾ പേപ്പട്ടി എന്ന ആൾക്കാർക്ക് പറയാൻ ഒരു മടി ഉണ്ടല്ലോ, വായിൽ വരാൻ പാടാ. മരപ്പട്ടി എന്ന് ആൾക്കാർ ഉപയോഗിക്കാൻ ഈസി തന്നെ, എല്ലാം കളിയാക്കാൻ കൂടുതൽ യൂസ് ചെയ്തതാണ് മരപ്പട്ടി. പക്ഷെ ഒരു കാര്യത്തിൽ നീ ഭാഗ്യവാനാണ്. കാരണം എന്താണെന്നറിയാമോ, മിക്കവാറും പടങ്ങളിലൊക്കെ ന്യൂ ഫേസുകൾ വന്ന് നായകനായി പോയിട്ട് കുറെ കഴിയുമ്പോൾ ഈ പേര് ടൈറ്റിലൊക്കെ ജനം മറന്നു പോകും. പക്ഷെ ഞാൻ പേപ്പട്ടിയിലെ നായകനാണെന്ന് ഇവന് എത്ര വർഷം കഴിഞ്ഞ് പറഞ്ഞാലും പേപ്പട്ടി ശിവ പേര് കിട്ടും. പേപ്പട്ടി ശിവ അല്ല, അത് തമ്മിൽ കിട്ടി പേപ്പട്ടി ശിവ. സ്ഫടികം ജോർജ് എന്നൊക്കെ പറയുന്നത് പേപ്പട്ടി ശിവ അല്ല, എന്റെ നിങ്ങൾ ഇതിൽ പറഞ്ഞ മിക്കവാറും ബ്രാൻഡാക്കാൻ സാധ്യതയുണ്ട്. അല്ല, ബിഗ് ബോസിൽ എന്റെ പ്രിയ സുഹൃത്തായിരുന്നു പാഷാണ്, ഷാജി പാഷാണം എന്ന് പറയുന്ന ക്യാരക്ടർ പുള്ളി ചെയ്തതുകൊണ്ടാണ് അത് അദ്ദേഹത്തിന് അന്തസ്സാണ്. പാഷാണം എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടർ ആയി കഴിഞ്ഞു അതിനകത്ത്. ടൈറ്റിൽ കേട്ടിട്ട് ലൈക്ക് അത്രയൊക്കെ ഒരു ഇമ്പാക്ട് തോന്നിക്കാതെ സിനിമ കണ്ടിട്ട് അടിപൊളി സിനിമയാണല്ലോ എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു സിനിമ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ടൈറ്റില് അഞ്ചാം പാതിര. അഞ്ചാം പാതിരക്ക് നമുക്ക് അങ്ങനെ ആ ടൈറ്റിൽ കേട്ടിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇറങ്ങിയ സമയത്ത് ഒന്നും തോന്നിയില്ല. അഞ്ചാം പാതിര ഒരു നോർമൽ, ഇപ്പൊ മിഥുന്റെ പടവും കൂടി ആയതുകൊണ്ട് നമ്മള് ഒരു നോർമൽ ഇതായിരിക്കും. അപ്പൊ പിള്ളേരും വിട്ടേക്കണൊക്കെ അലമാര അങ്ങനത്തെ ഒക്കെ പേരുകളൊക്കെയാണ്. അപ്പൊ അഞ്ചാം പാതിര എന്തോ ഒരിക്കലും ആ പടത്തിന്റെ ജോണർ മനസ്സിലാക്കുന്ന ഒരു ടൈറ്റിൽ അല്ലായിരുന്നു. പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കിളി പോകുന്ന വേറെ ലെവൽ സാധനമാണ് എടുത്തത്. ഇങ്ങനെയൊക്കെ ലൈക്ക് ഇപ്പൊ പറഞ്ഞല്ലോ ഇങ്ങനെ പറയാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ. അപ്പൊ എപ്പോഴെങ്കിലും ജഡ്ജാണ് തോന്നിയോ ഈ ഒരു പേര് വേണ്ടായിരുന്നു, ലൈക്ക് വേറൊരു പേരായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടായിരുന്നു? കലാകാരൻ എന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത് ജാതി മത രാഷ്ട്രീയങ്ങൾക്ക് അതീതമാണ്. ഇപ്പൊ PK എന്ന് പറയുന്ന ഫിലിമിൽ അമീർ ഖാൻ ന്യൂഡായിട്ട് എല്ലാം അഴിച്ചു കളഞ്ഞിട്ടാണ്. നാളെ എനിക്കൊരു ഫിലിമിൽ അത് കിട്ടുകയാണെങ്കിൽ ഞാൻ ന്യൂഡായിട്ട് തന്നെ തെരുവിൽ ചെയ്തിരിക്കും, ഒരു മെൻ്റലായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സിറ്റുവേഷൻ ഞാൻ ഉറപ്പായി ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഫിലിം ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാരണം അയ്യോ അങ്ങേര് സാറല്ലായിരുന്നോ, അല്ലെങ്കിൽ അങ്ങേർക്ക് ഇത്രയും ഡിഗ്രി ഇല്ല, അല്ലെങ്കിൽ ഇങ്ങേര് വേദത്തിൻ്റെ ആളല്ലേ, അല്ലെങ്കിൽ മറ്റേ ഈ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യും. ഒരു കലാകാരനെ സംബന്ധിച്ച് തരുന്ന ക്യാരക്ടറിനെ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ആ ഒരു പെർഫെക്ഷന് വേണ്ടി നമുക്ക് നമ്മുടെ ഈഗോകളും ഇമേജുകളും എല്ലാം മാറ്റിവെക്കേണ്ടി വരും, ഇല്ലേ? അതിന് ഞാൻ പറയാൻ കാരണം രണ്ടെണ്ണം കണക്ട് ചെയ്തുകൊണ്ടിരാം. നെഗറ്റീവ് പേരുകളല്ലാതെ പോസിറ്റീവ് പേരിട്ട് നമ്മൾ അകത്ത് കയറുകയും അതിനകത്ത് സെക്സ് ഉൾപ്പെടെയുള്ള ഒരുപാട് മോശപ്പെട്ട വിഷ്വൽസ് കാണുകയും ചെയ്യുന്ന തന്ത്രങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. തമ്പനെയിൽ എന്ന് പറയുന്ന സാധനത്തിലേക്ക് യൂട്യൂബിൽ തന്നെ കയറി അറിയാം, അല്ലേ? ഇതാ ഇപ്പം ഒരു സോങ് ഉണ്ട്, ഇപ്പം വന്ന് വൈറലായി കുറേ അവാർഡുകൾ കിട്ടി. എൻ്റെ അടുത്ത ഒരു സുഹൃത്ത് തന്നെയാണ്, അവർക്ക് വേണ്ടി ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തും കൊടുത്തിട്ടുണ്ടായിരുന്നു സോങ്. കാരണം അവരൊരു അസുഖം വന്നിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്യുന്നത്. ആ സോങ്ങിൻ്റെ പേര് ഞാൻ പറയട്ടെ, മയിലെന്നായിരുന്നേ. അതാ അതിന് അവാർഡുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ തമിഴ്നാട്ടിൽ പോയാൽ എന്താ പറയുക, മയിര് മുറിക്കണമെന്നാണ് പറയുന്നത്. ബാർബർ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ മുടി നല്ല പറയുക, മുടി നല്ല പറയുക, മനസ്സിലായോ? ചോറിൽ മുടി ഇടണം, ഉള്ളിൽ വീണ്ടും മൂന്നാമത് എനിക്ക് പറയാൻ ചളുപ്പ് വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ മലയാളിയും സംസ്കാര സമ്പന്നതയും എൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്, അല്ലേ? ഇപ്പം മറ്റേ ഒരു വൈറൽ പടം ഉണ്ടായിരുന്നില്ല, തെറി മൊത്തം വിളിച്ചുകൊണ്ടുള്ള ചുരുളി, ഇല്ലേ? അപ്പം അത് ആ കോണ്ടെക്സ്റ്റിന് വേണ്ട സംഭവമായിരിക്കും. അതിന് മാറ്റി നിർത്തിയ പിന്നെ പടം ഇല്ല. തീർച്ചയായും. അപ്പം ആ ഒരു സ്വാതന്ത്ര്യം സംവിധായകനും തിരക്കഥാകൃത്തിനും വരുമ്പോഴാണ് ആ റിയലിസ്റ്റിക് സ്ഥാനത്ത് വേണ്ട. ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടെ അടിയിടന്നു കഴിഞ്ഞാൽ പിന്നെ വിളിക്കുന്നത് എന്തായിരിക്കും, അല്ലേ? അല്ല, സിനിമയ്ക്കകത്ത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞ സാധനം എടുത്ത് പുറത്തോട്ട് കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സിനിമകൾ ഇറങ്ങും. ഇതൊരു സാധനം ഒരു സീൻ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ, ഇത് മറ്റേവരെ ബാധിക്കും, ഇവരെ ബാധിക്കുമോ, മറ്റേ ഫെമിനിസ്റ്റുകൾ കുടിമ്പൊക്കി പിടിച്ചോണ്ട് വരുമോ? പക്ഷെ മറ്റു ഭാഷ, അതായത് ഇപ്പൊ ഇന്ത്യൻ സിനിമ മാറ്റിക്കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങുന്ന സിനിമകൾ ഇതൊരു ലൈക്ക് ഒരു മാറ്ററേ അല്ലാന്ന് തോന്നുന്നു, അല്ലേ? അല്ല ഇപ്പൊ ഞാൻ പറയണ ഇപ്പൊ ബോളിവുഡ് എടുത്താൽ തന്നെ അവിടെ എന്തോരം ഭയങ്കരമായിട്ട് ചേഞ്ചസ് അവർ കൊണ്ടുവരുന്നുണ്ട്. അതിന് ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഇടപെട്ടിട്ട് ഇപ്പൊ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കിയവർ ബാൻ വേണം, അത് ആ സീൻ കട്ട് ചെയ്യണം എന്നൊക്കെ പണ്ട് അസഹിഷ്ണുത ഒരു വലിയ വിഷയമാണ്. അല്ല, നമുക്ക് IFFK പോവാം. അത് പോയി കഴിഞ്ഞാൽ ഒറിജിനൽ എഡിറ്റഡ് വേർഷൻ പോലും അല്ലാത്ത സെൻസർ പോലും ചെയ്യാതെ പല സാധനങ്ങളും വരുന്നു. അപ്പൊ ആ സംഗതി വരുമ്പോൾ അതിനകത്ത് തന്നെ ഫുൾ ന്യൂഡേ വേണ്ട ടൈറ്റാനിക്ക് പോവാം. അപ്പൊ അതിനൊക്കെ കൊള്ളാം. നമുക്ക് ഇംഗ്ലീഷ് പടങ്ങളോ അല്ലെങ്കിൽ മറ്റു പല ഇന്റർനാഷണൽ സാധനങ്ങളിലും കയറുന്നതിനോ കാണുന്നതിനോ ഒന്നുമില്ല. മലയാളത്തിൽ ഇതിനകത്ത് സെക്സ് എന്ന് പറഞ്ഞില്ല, ഏതോ ഒരാൾ പറഞ്ഞ് ഇതിനകത്ത് സെക്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കുത്തിയിരുന്ന് നോക്കുകയാണ്, എന്ത് സെക്സാണ് ഇതിനകത്ത് കാണുന്ന ഒരു സാധനം, മനസ്സിലായോ? ഇങ്ങനെ ഒരു ഫ്രഞ്ച് കിസ് കൊടുക്കും, ഇത് തന്നെയാണ് അതിനകത്തൊരു സെക്സ്. അടുത്ത സെക്സ് എന്താണെന്ന് ഞാൻ കുത്തിയിരുന്ന് നോക്കി, അങ്ങനെ ഒരു സാധനം. പക്ഷെ പറഞ്ഞു വരുത്തുന്നത്
ഈ രീതിയിലാണ്. അപ്പം നെഗറ്റീവ് പറഞ്ഞ് ചില നല്ല പടങ്ങളെ തകർക്കുന്ന ഒരു അവസ്ഥ ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്ത് സംജാതമായിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണ്ടി മാത്രം സിനിമ കാണുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ആ ഒരു സിനിമയിൽ എന്താണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ളതെന്ന് മാത്രം നോക്കിയിട്ട് സിനിമ കാണുന്ന ആൾക്കാർ അതിങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് വിമർശിക്കാൻ അത് മറ്റേ ഇവരെ കൊള്ളിച്ചിട്ടാണ്. ഇപ്പൊ നമ്മള് ജീവിതത്തിൽ നമ്മൾ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇപ്പൊ അച്ചുവിന്റെ നിതിൻ ജി പണിക്കറുടെ കസബ എന്നുള്ള പടത്തിന് അതില് മമ്മൂക്കയുടെ ക്യാരക്ടർ പെണ്ണുങ്ങളുടെ റെസ്പെക്ട് ഇല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നതെന്നും പറഞ്ഞാൽ അവർ അന്നൊരു വിവാദമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനത്തെ ഒരു പോലീസുകാരന്റെ കഥ പറയുമ്പോൾ നമ്മൾ പിന്നെ എന്ത് കാണിക്കും? മറ്റേ നിവിൻ പോളി ആ പടത്തിൽ ചോദിക്കണം അല്ലയോ മഹാനുഭാവല, അങ്ങനെ പറയല്ലോ. അങ്ങനെ പറയാൻ പറ്റിയല്ലോ. പുള്ളിക്കാരൻ അങ്ങനെയാണ്. പുള്ളി മോശം ക്യാരക്ടറാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മോശം ക്യാരക്ടർ കാണിക്കുമ്പോൾ ഗോവിന്ദചാമിനെ വെച്ചിട്ട് വേണ്ട, നമ്മുടെ ദുൽഖറിന്റെ കുറിപ്പ് ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞു അതെന്താണ് അയാളെ ഗ്ലോറിഫൈ ചെയ്ത് കാണിച്ചു. പിന്നെ അയാളുടെ കഥ പറയുമ്പോഴേക്കും നമുക്ക് മദർ തെരേസനെ കാണിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പുള്ളി ഇങ്ങനെയായിരുന്നു. പുള്ളി ഇങ്ങനെയാണ് കള്ളത്തരങ്ങൾ കാണിച്ചത്, ഇങ്ങനെയാണ് ജുഡീഷ്യറിനെ പറ്റിച്ചത്, പോലീസ് സിസ്റ്റത്തിനെ പറ്റിച്ചത്. അത് കാണിക്കുക. അപ്പൊ അത് കാണിച്ചാൽ എന്താ പ്രശ്നം? അയാളുടെ കഥ പറഞ്ഞാൽ എന്താ പ്രശ്നം? ഇപ്പോൾ സിനിമയിൽ ഒരു കാര്യം കാണിക്കുന്നത് സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ കാണിക്കുമ്പോൾ അങ്ങനെ കാണിക്കാൻ പറ്റും. സമൂഹത്തിലുള്ള കാര്യമാണ് സിനിമയിൽ കാണിക്കുന്നത്. സിനിമയിൽ നിന്ന് ഒരു കാര്യം കണ്ടിട്ട് പുതുതായിട്ട് ഉണ്ടായ ഒരു കാര്യം ഈ ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമയിൽ കാണിച്ചതുകൊണ്ട് മാത്രം പുതുതായിട്ട് ഉണ്ടായ ഒരു കാര്യമല്ല. ഇപ്പൊ നമ്മളിപ്പോ സമൂഹത്തിലുള്ള കാര്യത്തിന് നമ്മൾ കഥ എഴുതുന്ന ആൾക്കാർ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന കാര്യം നമ്മൾ സിനിമയിലും കാണേണ്ടി വരും. അപ്പൊ അതിന് നമ്മൾ വിമർശിക്കാൻ വേണ്ടി മാത്രമായിട്ട് സിനിമ കണ്ടാൽ നല്ല സൃഷ്ടികൾ ഉണ്ടാവില്ല, നല്ല എഴുത്തുകൾ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് സിനിമയ്ക്കും കലാകാരന്മാർക്കും കിട്ടേണ്ട സ്വാതന്ത്ര്യമാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. അങ്ങനെ ഒരു മികച്ച സൃഷ്ടികൾ ഉണ്ടാവില്ല. പണ്ട് ഇപ്പൊ ഞാൻ ഒരുപാട് കലാകാരന്മാർ ഇപ്പോഴൊക്കെ റീസെന്റ് സംസാരിക്കാൻ പറയുന്നുണ്ട്, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വന്നതിന് ശേഷമാണ് നല്ല രീതിയിൽ അവർക്കൊരു കാര്യം പറയാൻ സംസാരിക്കാൻ പോലും പേടിയാവും. ഈ ഡയറക്ടേഴ്സിനും ആർട്ടിസ്റ്റുകൾക്കും എല്ലാം ഒരു പേടിയുണ്ടല്ലേ? ഇവൻ ബാദറിന് ഇപ്പൊ നമ്മളൊരു പബ്ലിക് ഫിഗർ ആവുന്ന സമയത്ത് നമ്മളൊരു സ്ഥലത്ത് പോയി സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ പറ്റില്ല. കാരണം എവിടെ നിന്നാണ് നമ്മൾ പറയുന്ന കാര്യത്തിൽ ഒരു വിഷയം വരുന്നതായിരിക്കും എല്ലാവരും പേടിക്കുക. ആ വാക്ക് നേരത്തെ പറഞ്ഞ വാക്ക് ഞാൻ പറയട്ടെ പറഞ്ഞോട്ടെ എന്നൊക്കെ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. കോൺഷ്യസ് ആവും. കാരണം പറയാൻ പറ്റാത്തില്ല. സമൂഹത്തിൽ നടക്കുന്നതിന്റെ ഒരു പരിച്ഛേദമാണ് സിനിമ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ കളർഫുൾ ആക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല എല്ലാ ആർട്ടിഫിഷ്യാലിറ്റി കയറ്റി അതിനകത്ത് ഒരു നാച്ചുറാലിറ്റി. ജൂഡ് ആന്റണീനെ പറ്റിയിട്ട് നമുക്ക് എന്തോ കഷണ്ടി അങ്ങനെ സാധനം പറഞ്ഞ അതൊരു തമാശ. ഒന്നാ കാര്യം നമുക്കിപ്പോൾ തമാശ പറയാൻ പേടിയ കാര്യം, തമാശ എടുക്കത്തില്ല. ഒന്നെങ്കിൽ പറയും ബോഡി ഷേമിംഗ് എന്ന് പറയാം. അന്നേരം പണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ ഒരു മെലിഞ്ഞിരുന്ന ഒരുത്തിന് നീർക്കോലിന്ന് ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ പോലെ നീർക്കോലിന്നൊരു വിളിപ്പേര് വരും. അതിൻ്റെ അകത്ത് അത് ബോഡി ഷേമിംഗ് ആയിട്ട് കണ്ടാൽ അതൊരു തമാശ. അത് പക്ഷേ ഈ കേൾക്കുന്ന ആൾക്കൊരു വിഷമം തോന്നുവാണെങ്കിൽ നമുക്കത് പാടില്ല. അയാളെ ഇൻസൾട്ട് ചെയ്തിട്ട് പാടില്ല. ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ഇരട്ടപ്പേരുകൾ ഉണ്ടാവും. എന്റെ ഇരട്ടപ്പേര് വട്ടോളി എന്നായിരുന്നു. അപ്പൊ അത് വിഷയം എനിക്ക് വിഷയമില്ലാത്തടത്തോളം കാലം അത് വേറെ ആൾക്ക് വിഷയമാണ്. ഫ്രണ്ട് സർക്കിളിന്റെ ഒരു സീൻ സിനിമയിൽ കാണിക്കുമ്പോൾ മെലിഞ്ഞിരിക്കുന്ന ആളെ നിരക്കോലി എന്ന് വിളിക്കാം. കാരണം നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നമ്മൾ വിളിക്കുന്ന ഒരു കാര്യം. അപ്പൊ സിനിമയിൽ ആ സീൻ കാണിക്കുമ്പോൾ തന്നെ വിളിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതിന് ബോഡി ഷേമിംഗ് എന്ന് പറയാൻ പാടില്ല. പക്ഷെ നമ്മള് നിർബന്ധപൂർവ്വം ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സീൻ ചെയ്താലാണ് അതിന് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുള്ളത്. അപ്പം അത് അയാളുടെ ഒരു മാനസിക പ്രശ്നം കണക്കാക്കില്ല. സിനിമയില് ഇപ്പൊ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് അവിടെ കാണിക്കാൻ പോകുന്നതെങ്കിൽ അത് അങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ. അതാണ് ഇന്റൻഷൻ എന്ന് കാണിക്കുക. അത് നോർമലൈസ് ചെയ്ത് കാണിക്കുമ്പോൾ, അതായത് ഇപ്പം ചെറുപ്പത്തിലാണെങ്കിൽ ഈ ബോഡി ഷേമിംഗ് ഒക്കെ നേരിട്ടിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് അതൊരു ട്രോമ ആയിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫെയർ ആൻഡ് ലവ്ലിയുടെ പരസ്യമേ ഉണ്ടാകാൻ പാടില്ല. അത് തെറ്റല്ലേ? ഫെയർ ആൻഡ് ലവ്ലിയുടെ പരസ്യം അല്ല, അതാ പറഞ്ഞത്. അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് രീതി. അത് ഒരിക്കലും എന്നാ പറയുന്നത്, അല്ലെങ്കിൽ കറുപ്പ് കൊള്ളത്തില്ല വെളുപ്പാണ് നല്ലത് എന്നൊരു സാധനം നമ്മളത് കൊടുക്കുന്നു എന്ന് പറയുന്നത്. നമുക്ക് അപ്പോഴൊരു ഓപ്ഷൻ ഉണ്ട്. ചാനൽ മാറ്റാം, TV ഓഫ് ചെയ്യാം, കാണാതിരിക്കാം, ചെയ്യാം. ഈ പരസ്യമൊക്കെ പണ്ട് ഭയങ്കര ഹിറ്റായിരുന്നു. അതെ. പക്ഷെ ഞാനൊരു ഇപ്പൊ ഫെയർ ആൻഡ് ലവ്ലിയുടെ പരസ്യവും അങ്ങനെ അവരും കാണിക്കില്ല. അങ്ങനെ അതെ അത് കാണിക്കില്ല. കാരണം ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പം ഈ ഒരു ഫെയർ ടു ലൈക്ക് ഒരു ഡാർക്ക് സ്കിന്നെ ഫെയർ എന്ന് കാണിക്കുക. അപ്പൊ നമ്മൾ മാത്രമല്ല കാണുന്നത്, ഈ TV കൂടുതലും ചെറിയ കുട്ടികൾ കാണില്ലേ. അപ്പൊ ഇവരുടെ മൈൻഡിൽ ഒരു ബോധം വരില്ലേ, ഈ ലൈക്ക് കറുത്ത ഒരാള് അത് മോശമാണ്, വെളുപ്പാണ് നല്ലത്, അതുകൊണ്ടാണ് ഇവർ ക്രീം തേക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഇപ്പൊ ഈ കുട്ടികളുടെ മൈൻഡിലോട്ട് അപ്പൊ ഇത് ഇഞ്ചക്ട് ആവില്ല. ഉണ്ടാവും. ഇപ്പോഴും വലിയവരിൽ പോലും ഉണ്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സാധനം. നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് കുറേ പേരുടെ സങ്കല്പം മുഖത്ത് കാണുന്ന സൗന്ദര്യമാണ്. ഇന്നലെ ഒരാളിനോട് പറഞ്ഞതേ ഉള്ളൂ, നല്ല സൗന്ദര്യമുള്ള അല്ലെങ്കിൽ മിസ് വേൾഡിനെ പോലെയുള്ള ഒരു പെണ്ണിനെ നമ്മൾ കെട്ടിക്കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടാകുന്നു. പക്ഷേ നമുക്ക് ഒരിക്കലും സ്വസ്ഥത ആയിരുന്നില്ല. അല്ലെങ്കിൽ പയ്യൻ തിരിച്ച് അവൻ അത്രയും സുന്ദരനാണ്, പക്ഷേ അവൻ സംശയരോഗിയാണ്, ആകെ അസ്വസ്ഥമാണ്, വീട് മൊത്തം കലുഷിതമായി. എന്നാൽ നേരെ പറഞ്ഞ കണക്ക് ഒരു ഫെയർ കോംപ്ലക്ഷനും ഇല്ല, മീൻസ് ഒരു ബ്ലാക്ക് ബ്യൂട്ടി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കണക്ക് സൗന്ദര്യമൊന്നും ഇല്ലാത്ത, സങ്കല്പങ്ങളൊന്നും ഇല്ലാത്ത.
പക്ഷെ ആ വ്യക്തി സ്വസ്ഥത തരുന്നുണ്ട്, സ്നേഹം തരുന്നുണ്ട്, കെയർ തരുന്നുണ്ട്. അപ്പൊ പിന്നെ ഏതാ സൗന്ദര്യം? മനസ്സാണ് സൗന്ദര്യം, ഹൃദയമാണ് സൗന്ദര്യം, പ്രവൃത്തിയാണ് സൗന്ദര്യം. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ലൈക്ക് അങ്ങനെ ഒരു മാറ്റർ നമ്മൾ സംസാരിച്ചെന്ന് പറഞ്ഞതാ. ഇപ്പൊ റീസെന്റ് നമ്മുടെ നയൻതാരയുടെ ഒരു മൂവി നെറ്റ്ഫ്ലിക്സിൽ നിന്ന് റിമൂവ് ചെയ്തത്, അതിനെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നോ? അന്നപൂർണി. അതെ അതെ. അതൊന്നും ഒരിക്കലും പാടില്ല. അത് സിനിമയിൽ അങ്ങനെ കാണിച്ചത് ഇപ്പൊ എന്ത് സംഭവിക്കാനത്? റിലീജിയസ് ബിലീഫ്, ഒരു ഹിന്ദുവായിട്ടുള്ള ഒരു യുവതി ബുർഖ ഇട്ട് നിസ്കരിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി. ഇതുകൊണ്ട് ഏത് ഹിന്ദു ദൈവത്തിന്റെ പ്രശ്നം ഉണ്ടാകണം അല്ലേ? അതുകൊണ്ട് ഇത് അല്ലെങ്കിൽ ആരുടെ ഇതുകൊണ്ട് ഒരു വിശ്വാസം തെറ്റിപ്പോകുന്നത്? എന്തായാലും ദൈവങ്ങൾ നാരോ മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരല്ലെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് വൈഡായിട്ട് ചിന്തിക്കും. അപ്പൊ എന്തായാലും ദൈവസങ്കല്പങ്ങൾ ശിവ, അതിനു മുമ്പ് ഈ ദൈവങ്ങൾ എന്നുള്ള പ്ലൂറലിൽ നിന്നുകൊണ്ട് എന്താണ് ദൈവം എന്ന് ആദ്യം പഠിക്കാൻ പലരും തയ്യാറാവുന്നില്ല. മനസ്സിലായില്ലേ? ഇവർ കെട്ടിവെച്ചിരിക്കുന്ന ദേവാലയങ്ങളുടെ രൂപവും വെച്ചുകൊണ്ടാണ് ഈ ഫൈറ്റുകൾ നടക്കുന്നത്. ഓരോ സെൻട്രലിനും അല്ലെ ഓരോ വിഭാഗത്തിനും ഓരോ തരം ദൈവമാണെങ്കിൽ ഇവിടെ കൊറോണ വന്നു, പ്രളയം വന്നു, ഏതെങ്കിലും കൂട്ടരെ രക്ഷിക്കാൻ ഏതെങ്കിലും ദൈവം വന്നാ ഇല്ല. അപ്പൊ ആദ്യം എന്താണ് ദൈവം എന്ന് പഠിക്കാനായിട്ട് പരിശ്രമിക്കുക. അതെ, അന്ന് കാറ്റഗറൈസ് ചെയ്തല്ല ആൾക്കാർ മുങ്ങിപ്പോയതും, കാറ്റഗറൈസ് ചെയ്തല്ല ആൾക്കാരെ വിളിച്ച് ബോട്ടിൽ ആൾക്കാരുടെ ഉള്ളിലായിരുന്നു അപ്പൊ ഏതെങ്കിലും ഒരു ദൈവമാണ്. ഇപ്പൊ സപ്പോസ് അള്ളാഹു ആണ് ഉള്ളതെങ്കിൽ ഇസ്ലാം സഹോദരങ്ങളെ എല്ലാം രക്ഷിക്കണമായിരുന്നു അല്ലേ? അല്ല, കർത്താവാണ് ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് ക്രിസ്ത്യൻ സഹോദരങ്ങളെ മുഴുവൻ രക്ഷിക്കണം അല്ലേ? പരബ്രഹ്മം എന്ന് പറയുന്ന ദൈവം അല്ലെങ്കിൽ ശിവൻ, വിഷ്ണു, അല്ലെ ആ ദൈവമാണ് നമുക്കുണ്ടെങ്കിൽ ഹിന്ദുക്കളെ മുഴുവൻ രക്ഷിക്കും. ഇത് അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അതിന് അപ്പൊ എല്ലാവരും ലോകം മൊത്തം സഫർ ചെയ്തു കൊറോണയ്ക്ക് അല്ലേ? പിന്നെ ഈ അന്നപൂർണിന്ന് ഈ സാധനം സീൻ മാറ്റിയത് കൊണ്ട് ഒരു ദൈവം രക്ഷപ്പെട്ടില്ല. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായി അതുകൊണ്ട് ദൈവത്തിന്? ഏതെങ്കിലും ഒരു അമ്പലത്തിൽ എന്തെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിംബത്തിൽ എനർജി കുറഞ്ഞു, അല്ലെങ്കിൽ അവിടുന്ന് മറ്റേത് ആ എന്താ പറയുന്ന പവർ അതിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഒന്നുമില്ല. അത് വെറുതെ ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം, മനുഷ്യനെ നാരോ മൈൻഡഡ് ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാണ്ട് അതിലൊന്നും ഒരു ഈ പഴയ എത്രയോ സിനിമകളിൽ എന്താ പറയുന്നത്, നിർമാല്യത്തിന്റെ അകത്ത് വിഗ്രഹത്തെ തുപ്പുന്നോ അല്ലേ? അങ്ങനെയുണ്ട്. ഇന്നാണ് ഇറക്കണമെന്നുണ്ടെങ്കിൽ തിയേറ്റർ എത്തിച്ചു കളയും. നമ്മൾ അതിനെ ക്ലാസിക്കായിട്ട് കണക്കാക്കുന്നുണ്ട്. അത് ചെയ്യണം എന്നല്ല പറയുന്നത്, പക്ഷെ ആ സിനിമ എന്താണോ സംസാരിക്കുന്നത് അത് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാണ്. കാരണം ആ സിനിമയിൽ നമ്മളൊരു മോശം മെസ്സേജ് സമൂഹത്തിന് കൊടുത്ത് നമ്മൾ തെറ്റായ രീതിയിൽ സമൂഹത്തിന് നയിക്കുന്ന ഒരു സിനിമ ഉണ്ടാക്കുവാണെങ്കിലാണ് അത് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ നല്ല രീതിയിൽ പറയാൻ വേണ്ടിയിട്ടും ചില മോശം കാര്യങ്ങൾ കാണിക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞ PK അത് ഭയങ്കര മനോഹരമായ സിനിമയായിരുന്നു. അതിന്റെ പേരിൽ എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കിയത്. അത് അഭിനയിച്ച ആള് മുസ്ലിം ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴും അത് മനഃപൂർവ്വം ആ പുള്ളി അമീർ ഖാനെ മാത്രം അവിടെ നിന്ന് എടുത്തു. കാര്യം എന്റെ ഡയറക്ടർ ഹിന്ദുവാ. അപ്പൊ അതിലോട്ട് പോയില്ല. ഇത് ഇവിടെയാണ് വിഷയം ഉണ്ടാക്കിയത്. അപ്പൊ എന്തായാലും പേപ്പട്ടി ഇനിയും ഒരുപാട് സക്സസ് ആയി മുന്നോട്ട് വരട്ടെ. എല്ലാവരും പേപ്പട്ടി കാണണം, കണ്ടിട്ട് മാത്രം അഭിപ്രായം പറയണം അല്ലേ? കണ്ടിട്ട് അഭിപ്രായം പറയണം. കണ്ടിട്ട് മാത്രം നമ്മുടെ ഒരു വർക്ക് കണ്ടിട്ട് അഭിപ്രായം പറയുന്നില്ല. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മൾ സ്വീകരിക്കാൻ, ഇതാണ് ഇതിന്റെ പ്രോബ്ലം, നിങ്ങൾ ചെയ്തത് ഇത് ശരിയായില്ല, അത് കണ്ടിട്ട് പറയും. ഒറ്റ വാക്കിലൂടെ പറഞ്ഞാൽ കണ്ടത് നിജം, കാണാത്തത് പോയി. ശരിയല്ലേ? പോയാൽ കാണുന്നത് നിജം. അതെ, നിജം. അപ്പൊ എന്തായാലും സിനിമ ഇനിയും നന്നായിട്ട് സക്സസ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.